രാഷ്ട്രീയമായി ഇത് വലിയ രീതിയിൽ പ്രതിപക്ഷത്തിന് PV അൻവർ MLA-ക്ക് ഒക്കെ വിജയമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ADGP നൽകിയ റിപ്പോർട്ട് അത് 5 മാസം വൈകിയാണ് റിപ്പോർട്ട് നൽകിയത്. മാത്രമല്ല അതിൽ കൃത്യമായി പഴുതുകൾ അവശേഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണെന്ന് DGPക്ക് തന്നെ പ്രാഥമിക പരിശോധനയിൽ ബോധ്യപ്പെടുന്നു. തുടർന്ന് ഒരു ശുപാർശയോടെ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് റിപ്പോർട്ട് എത്തുന്നു. മുഖ്യമന്ത്രി അത് ആഭ്യന്തര സെക്രട്ടറിക്ക് പരിശോധനയ്ക്ക് അയച്ച ശേഷമാണ് മന്ത്രിസഭാ യോഗത്തിലേക്ക് വരുന്നത്. മന്ത്രിസഭാ യോഗത്തിലും ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് തുടരന്വേഷണത്തിലേക്ക് പോകുന്നതിൽ എതിർപ്പില്ല എന്ന നിലപാട് മുഖ്യമന്ത്രി എടുത്തു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ. മന്ത്രിമാരോടക്കം നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വ്യക്തത? TV പ്രസാദ്. സുജിയ, സംസ്ഥാന സർക്കാരിനെ ആഭ്യന്തര വകുപ്പിനെ തന്നെ പിടിച്ചുലയ്ക്കുന്ന കാര്യങ്ങളാണ് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടന്നത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് തള്ളിയതിലൂടെ വ്യക്തമാക്കുന്നത്. അതായത് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിനു ശേഷം 5 മാസം ആ റിപ്പോർട്ട് മുക്കുകയും ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും, അത് റിപ്പോർട്ട് ഉടൻ ലഭ്യമാക്കും എന്ന് പറഞ്ഞതിന് പിന്നാലെ ലഭ്യമാക്കിയ റിപ്പോർട്ട് അത് തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് എന്ന് അവിടുത്തെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ഉൾപ്പെടെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. ക്ഷമിക്കണം, ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഇത് തള്ളിക്കൊണ്ട് ഒരു തുടരന്വേഷണ സാധ്യതയിലേക്ക് പൂരം കലക്കൽ പോകുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. സുജിയ, നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ കോഴിക്കോട് നിന്ന് നമ്മുടെ VS രഞ്ജിത്ത് പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. പൂരം കലക്കിയതിന് പിന്നാലെ അവിടേക്ക് സുരേഷ് ഗോപി എത്തുന്നു, ആംബുലൻസിൽ കുതിച്ചെത്തുന്നു. അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉയരുന്ന ഒരു സംഭവം തന്നെയാണ് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. 5 മാസം പൂഴ്ത്തിവെച്ച റിപ്പോർട്ട് എങ്ങനെയാണ് 2-3 ദിവസം കൊണ്ട് സമർപ്പിക്കാൻ കഴിയുന്നത് എന്നുള്ളിടത്താണ് എല്ലാവർക്കും സംശയമുണ്ടായത്. ആ സംശയം തന്നെയാണ് അവിടുത്തെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ തുറന്ന് പറയുകയും ചെയ്തത്. റിപ്പോർട്ട് വായിച്ചു, റിപ്പോർട്ട് പഠിച്ചു, അതിനുശേഷം ഇതിൽ ശുപാർശ കൊടുക്കുകയാണ് DGP മുഖ്യമന്ത്രിക്ക്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ആഭ്യന്തര സെക്രട്ടറി ഫയൽ പരിശോധിച്ചതിലേക്കൊരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ ഒരു തുടരന്വേഷണ സാധ്യത, ഒരു തുടരന്വേഷണത്തിലേക്ക് പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അവിടെ സുരേഷ് ഗോപി ആംബുലൻസിൽ എത്തിയതടക്കം ഈ SP മാത്രമാണോ, കമ്മീഷണർ മാത്രമാണോ അതിൽ തെറ്റുകാരൻ എന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളിലേക്കും അന്വേഷണം വരും എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ADGPയെ പരസ്യമായി സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മറിച്ചൊരു അഭിപ്രായം ആരും കണ്ടില്ല. RSS നേതാക്കളെ തനിക്ക് വേണ്ടി കണ്ടില്ല എന്നുള്ളത് മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ADGP RSS നേതാക്കളെ ഇങ്ങനെ ഒരു പദവിയിലിരിക്കുന്ന ഒരാൾ കണ്ടത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ മുഖ്യമന്ത്രി അന്ന് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും കടുത്ത വിമർശനവുമായി ഇടത് MLA PV അൻവർ രംഗപ്രവേശം ചെയ്യുകയും ചെയ്തത്. ഏറ്റവും ഒടുവിൽ ഏറ്റവും വലിയ ഒരു തീരുമാനം ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഈ റിപ്പോർട്ട് തള്ളുന്നു. ADGP അജിത് കുമാർ കൊടുത്ത റിപ്പോർട്ട് തട്ടിക്കൂട്ട് റിപ്പോർട്ടാണെന്ന വിമർശനത്തിന് പിന്നാലെയാണ് ഈ നിർണായക നീക്കം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്ന DGPയുടെ ശുപാർശയുടെ സൂചന, ആ സൂചന സർക്കാർ അംഗീകരിക്കുന്നു, ആഭ്യന്തര വകുപ്പ് അംഗീകരിക്കുന്നു. അങ്ങനെ തുടരന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ആരായിരിക്കും അതിനെ അന്വേഷിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപിയിൽ നിന്ന് മൊഴിയെടുക്കേണ്ടി വന്നേക്കാം, RSS നേതാക്കളിൽ നിന്ന് മൊഴിയെടുക്കേണ്ടി വന്നേക്കാം. പൂരവുമായി ബന്ധപ്പെട്ട് മറ്റാളുകളിൽ നിന്നെല്ലാം, ദേവസ്വത്തിന്റെ ആളുകളുടെ എല്ലാം മൊഴിയെടുക്കും. ഒരുപക്ഷെ സത്യസന്ധമായ അന്വേഷണം നടന്നാൽ മറ്റു തലങ്ങളിലേക്ക് പോകാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു സംഭവമായി പൂരം കലക്കൽ മാറുമോ എന്ന ആശങ്കയാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്നത്. സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിൽ CPIM-നെയും സർക്കാരിനെയും പിടിച്ചുകുലക്കിയ വിവാദങ്ങൾ ഒന്നൊന്നായി PV അൻവറിന്റെ വാക്കുകളുടെ പിന്നാലെ വരുമ്പോൾ ADGP അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതുൾപ്പെടെയുള്ള കാര്യം ഒരു RSS ബാന്ധവത്തിന്റെ ഭാഗമായാണ് തൃശൂരിൽ പൂരം അലങ്കോലപ്പെടുത്തിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോഴാണ് ഒരു നിർണായക തീരുമാനം ആഭ്യന്തര വകുപ്പിന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് എടുക്കേണ്ടി വരുന്നത്. സുജിയ, ഇത് ഏറ്റവും പ്രധാനമാണ്. കാരണം പാർട്ടി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടുത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP എന്തിന് RSS നേതാക്കളെ കണ്ടു എന്ന് മറുപടി പറയാൻ പറ്റാത്ത
പിണറായി വിജയനായി സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മാറുമ്പോഴാണ്, വലിയ വിമർശനം ഉയരുമ്പോഴാണ് ഈ നിർണായക തീരുമാനമുണ്ടാകുന്നത്. ഇനിയിപ്പോൾ തുടരന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ അതിലാരായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഏറെ നിർണായകമാണ്. ഒരുപക്ഷെ സമീപകാലത്തൊന്നുമില്ലാത്ത പ്രതിസന്ധിയിലേക്ക് തൃശൂർ പൂരം കലക്കൽ കേരളത്തിലെ CPIM-നെയും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെയും നയിക്കുന്നു, മാറ്റുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുജയ, TV പ്രസാദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം തുടരുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് സായ്കുമാർ കൂടി ചേരുന്നുണ്ട്. സായ്കുമാർ, സെപ്റ്റംബർ 1 തുടങ്ങിയതാണ് PV അൻവർ MLA. PV അൻവർ MLA പറഞ്ഞ കാര്യങ്ങളിൽ പിന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ അൻവറിനെ തള്ളിപ്പറയുന്നു എന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് വീണ്ടും വൈകിട്ട് ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്ന് അൻവർ പോസ്റ്റ് ഇട്ടതേയുള്ളൂ. ഇതാ DGPയുടെ ശുപാർശ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നു. തൃശൂർ പൂരം വിവാദത്തിൽ തുടരന്വേഷണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നല്ലേ ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താനാവുക? സായ്കുമാർ. തീർച്ചയായും സുജയ, ADGP MR അജിത് കുമാറിനെ തള്ളിയിരിക്കുന്നു സർക്കാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇപ്പോഴും അദ്ദേഹം ആ കസേരയിൽ തന്നെ ഇരിക്കുന്നുണ്ട് എന്നുള്ള വൈരുദ്ധ്യം കൂടിയുണ്ട്. പക്ഷേ DGP കർശനമായിട്ടുള്ള നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നു. നാളുകൾ പിന്നിട്ടിട്ടും ഏകദേശം 5 മാസമെടുത്ത് ADGP നൽകിയ റിപ്പോർട്ടിൻ്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുകയാണ് DGP ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ അദ്ദേഹം ഇക്കാര്യത്തിലൊരു എതിർക്കുറിപ്പോട് കൂടിയാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ ടേബിളിലേക്ക് റിപ്പോർട്ട് കൊടുത്തത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അത് കൃത്യമാണ്. ഈ റിപ്പോർട്ട് വിശ്വാസത്തിലെടുക്കേണ്ടതില്ല. പൂരം കലങ്ങിയതല്ല, അത് കലക്കാൻ ചില ബാഹ്യ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള സംശയം ബലപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുകൊണ്ട് അതൊരിക്കൽ കൂടി അന്വേഷിക്കണം എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് പുറത്തു വന്ന വിവരങ്ങളും നമുക്കറിയാം. റവന്യൂ മന്ത്രിയായ K രാജൻ അടക്കം അതിശക്തമായ നിലപാട് ഈ വിഷയത്തിലെടുത്തു. ഇതിൽ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കണം. PV അൻവർ MLA എത്രയോ നാളുകളായി പറയുകയാണ് ഇക്കാര്യത്തിൽ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട ADGPയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ താൻ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞുവെങ്കിലും അതൊന്നും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകാതെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശി പൂഴ്ത്തിവെക്കുകയാണ്. അങ്ങനെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ PV അൻവർ ഉന്നയിച്ചു. പക്ഷേ ADGP MR അജിത് കുമാറിനെതിരെ ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. പകരം അൻവറിനോട് ഇനി പരസ്യ പ്രതികരണം പാടില്ല എന്നാണ് പാർട്ടി പറഞ്ഞത്. അതും തള്ളിക്കൊണ്ട് ഇന്ന് വൈകിട്ട് വീണ്ടും 4:30 മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കാര്യങ്ങൾ തുറന്നു പറയാൻ അൻവർ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു തുടരന്വേഷണത്തിലേക്ക് സർക്കാർ പോകുന്നത് എന്നുള്ളത് പ്രധാനമാണ്. അതുകൊണ്ട് ഇനി PV അൻവറിൻ്റെ നിലപാട് എന്തായിരിക്കും എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഇങ്ങനെയൊരു അന്വേഷണത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിനെ പരിഹസിക്കുന്ന രീതിയിലാണ് അൻവർ സംസാരിച്ചത് തന്നെ. അതുകൊണ്ട് ഒരു പുനരന്വേഷണം മാത്രം മതിയോ, അതും ADGP ആ കസേരയിൽ ഇരുത്തിക്കൊണ്ട് ഒരു പുനരന്വേഷണത്തിനുള്ള സാധ്യത അങ്ങനെ നടന്നാൽ അതിൽ എന്ത് ഫലം എന്നുള്ള ചോദ്യം സ്വാഭാവികമായും അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. പക്ഷേ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പൂരം കലക്കലിൽ ചില ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് പെട്ടെന്ന് അങ്ങനെ ഉണ്ടായ ഒരു സംഭവമല്ല. കൃത്യമായിട്ടൊരു ഗൂഢാലോചന, ചില ഇടപെടലുകൾ അതിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സംശയിക്കത്തക്ക നിരവധിയായിട്ടുള്ള തെളിവുകൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം എങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി അവിടെ എത്തി, അതും RSSന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ആംബുലൻസിൽ വരുന്നു. അങ്ങനെ കുറേയധികം സംശയങ്ങളുണ്ട്. ഒരു ദേവസ്വം പോലും സംശയനിലയിലാക്കുന്ന റിപ്പോർട്ടാണ് പോയത് എന്ന് പറയുന്നു. പക്ഷേ അതിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് വീഴ്ച എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഒതുക്കുകയാണ് ADGP ചെയ്തത് എന്ന് പറയുന്നു. പക്ഷേ സ്ഥലത്തുണ്ടായിട്ടും ADGP എന്തുകൊണ്ട് അവിടെ പോയില്ല? ഇങ്ങനെയൊരു പ്രശ്നമുണ്ടാകുമ്പോൾ മന്ത്രിമാരടക്കം അദ്ദേഹത്തെ നിരവധി തവണ വിളിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഉടനെ തന്നെ അദ്ദേഹം മൂകാംബികയിലേക്ക് പോയി. ഇതിലൊന്നും ഇടപെടാതെ അദ്ദേഹം മൂകാംബികയിലേക്ക് പോവുകയായിരുന്നു. ആ സ്ഥലത്തുണ്ടായിട്ടും ക്രമസമാധാന ചുമതലയുള്ള ADGP-യാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ പല വിധത്തിലുള്ള സംശയങ്ങളുണ്ടായി. പിന്നീട് ഈ സംഭവം നടന്ന് ഇത്രയധികം ദിവസമായിട്ടും ഇത് വിവാദമായതിനു ശേഷം ഏകദേശം 5 മാസത്തോളം എടുത്താണ് ADGP ആ റിപ്പോർട്ട് പോലും സമർപ്പിച്ചത്. DGP ആ റിപ്പോർട്ട് പൂർണ്ണമായി പരിശോധിച്ചു. സ്വാഭാവികമായും DGP ചെയ്യാറ് കീഴുദ്യോഗസ്ഥർ കൊടുത്ത റിപ്പോർട്ട് നേരെ സർക്കാരിന് കൈമാറുകയാണ്. പക്ഷേ ഇതിൽ വിശദമായിട്ടുള്ള ഒരു പരിശോധന DGP